തന്നെ പറ്റി പറയാൻ 100 നാവാ. ഇന്ന് കാലത്തെ കൂടി തന്നെ പറ്റി പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീയേട്ടൻ പറയുന്നതൊക്കെ മറുപടിയായി മൂളിക്കൊണ്ട് ചിരിക്കാനല്ലാതെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മയെപ്പറ്റി സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കം അവൾ ആശ്ചര്യത്തോടെ നോക്കി കണ്ടു. ഇന്ന് രാവിലെ നിന്റെ എന്റെയും കല്യാണക്കാരിയായിരുന്നു മെയിൻ വിഷയം. അത് കേട്ടതും വളരെ അമ്പരപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. അയ്യോ, തെറ്റിദ്ധരിക്കണ്ട, അമ്മയുടെ സംസാരം നോക്കണ്ട. സിനിമ നടി കീർത്തി സുരേഷിനെ കൊണ്ടുവരെ എന്നെ കെട്ടിക്കാൻ പ്ലാനിട്ട ആളാ. അതും പറഞ്ഞുകൊണ്ട് ശ്രീയേട്ടൻ ഉറക്കെ ചിരിച്ചു. അപ്പോഴും പറയാൻ മറുപടി ഒന്നുമില്ലായിരുന്നു. പക്ഷേ ചോദിക്കാൻ ഒത്തിരിയുണ്ട്. കെട്ടാവോന്ന്, കൂടെ കൂട്ടാവോന്ന്, സ്നേഹിക്കാവോന്ന്. എടോ, തന്നെ കാണാനും ഏകദേശം ഒരു കീർത്തി സുരേഷിനെ പോലെ തന്നെയുണ്ട് കേട്ടോ. ശ്രീയേട്ടൻ ഒന്നടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞതും ആദ്യമായി അങ്ങയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ ഹൃദയത്തിന്റെ ഒരു കോണിൽ മനോഹരമായി കുത്തിവെച്ചിരുന്നു. ഒടുക്ക ശ്രീയേട്ടന്റെ വീടെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തറവാട് മുറ്റം വരെ എത്തിയ സ്ഥിതിക്ക് അവിടുത്തെ അമ്മയെ കണ്ടിട്ട് പോവാന്ന് കരുതി. അകത്തേക്ക് കയറുമ്പോൾ കാറിന്റെ കറക്കിക്കൊണ്ട് പുറകെ ശ്രീയേട്ടനും വരുന്നുണ്ടായിരുന്നു. അമ്മയുടെ മുറിലെത്തിയപ്പോൾ വീൽ ചെയറിലിരുന്ന് തുണി തുന്നുന്നത് കണ്ടു. നന്ദിനിക്കുട്ടിയേ, പിന്നിൽ നിന്നും ശ്രീയേട്ടന്റെ ശബ്ദം കേട്ടു. കേട്ടതും അമ്മ തലപ്പൊക്കി നോക്കുന്നത് കണ്ടു. ശ്രീരാഗ് ഒന്ന് കണ്ണുകൾ കൊണ്ട് ഗീതുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാണം കാണിച്ചു നിന്നു. എന്റെ ദൈവമേ, ഇവളെ കെട്ടുന്ന കാര്യം നീ ശരിക്കും പറഞ്ഞതാണോടാ ശ്രീകുട്ട? അമ്പരന്നു കൊണ്ടുള്ള അമ്മയുടെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകളൊന്ന് വിടരുന്നതിന് തൊട്ട് മുമ്പേ അവളുടെ കയ്യിൽ പിടിച്ച് തമാശയോടെ പറഞ്ഞ് അമ്മയ്ക്കരികിലെത്തിയ ശേഷം അവളുടെ കയ്യിൽ പിടിച്ച് അമ്മയുടെ കാലിൽ വീണു. അമ്മയുടെ ഇഷ്ടപ്രകാരം ഇവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നമ്മേ. അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം. പെട്ടെന്ന് കേട്ടതിൽ അമ്മയേക്കാൾ ഞെട്ടൽ അവളിലായിരുന്നു. അമ്പരപ്പോടെ അവനെ നോക്കിയപ്പോൾ കണ്ണിറക്കി കടിച്ചിരിക്കുന്നത് കണ്ടു. ദേഹമാകെ വിറച്ചു തുടങ്ങി. മനസ്സ് പെടപ്പെടാൻ മിടിച്ചു. ശരീരമാകെ വിയർത്ത് പന്തലിച്ചു. ഒന്ന് പോയട ചെറുക്ക, അമ്മ ചിരിച്ചുകൊണ്ട് ചുണ്ടുകൂട്ടി. ഇല്ല അമ്മ, ഞങ്ങൾ അനുഗ്രഹിക്കാതെ ഞാൻ എണീക്കില്ല. അനുഗ്രഹിക്കണമ്മേ, ഞങ്ങൾ അനുഗ്രഹിക്കൂ, ശ്രീയേട്ടൻ സങ്കടഭാവത്തോട് പറഞ്ഞു. കളിക്കാതെ എഴുന്നേറ്റ് പൊക്കോ ചെക്ക. ഇല്ലേ എന്റെ കാലോട് ഞാനൊരു തൊഴി വെച്ച് തരും. ഹാ, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് ഓറ് ചിരിച്ചുകൊണ്ട് നടന്നു പോയി. പെണ്ണപ്പോഴും ആ ഇരിപ്പ് തുടർന്നു. ഓരോ നിമിഷം സംഭവിച്ചു സത്യമായിരുന്നെങ്കിൽ എന്ന് മനസ്സാഗ്രഹിച്ചു. നീ എന്ത് കിനാവ് കണ്ടോണ്ടിരിക്കുക ഗീതുമോളെ? അവന്റെ തലയ്ക്ക് ഓളോ? മോളതൊന്നും കാര്യക്കണ്ട. അമ്മ തലയിൽ തലോടിയപ്പോ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. ഞാനെന്നാ പോട്ടമ്മേ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ നടന്നപ്പോ അമ്മ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അല്ല, നീ എന്തിനാ ഇവിടേക്ക് വന്നേ? മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അത് അമ്മയെ കാണാൻ, അല്ലാണ്ട് എന്തിന്? പരിഭവം മറച്ചു വെച്ചുകൊണ്ട് പറയുമ്പോ വാക്കിൽ തെന്നി വീഴുന്നുണ്ടായിരുന്നു. എന്നെ കാണാനാണോ? എന്നിട്ട് നീ എന്റെ സുഖവിവരൊന്നും അന്വേഷിച്ചില്ലല്ലോ. അമ്മ പറഞ്ഞപ്പോ കള്ളി വിളിച്ചെത്താവൂന്ന് ഭയത്തോടെ വാക്കുകൾക്ക് വേണ്ടി പരതി ഞാൻ. അത് ഞാൻ അമ്മയെ കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും. പൂർത്തിയാവാനാവാതെ വാക്കുകൾ വിക്കിയപ്പോ അമ്മ അർത്ഥം വെച്ചൊന്ന് തലകുലുക്കി ചിരിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട. നിന്റെയൊക്കെ ഈ പ്രായം കഴിഞ്ഞ് തന്നെയാ ഞാൻ ഇവിടെ വരെ എത്തിയത്. ഏയ്, അമ്മ വെറുതെ തെറ്റിദ്ധരിച്ചതാവും. ഞാൻ പോട്ടെ എന്നാ. തിരിച്ചെന്ത് പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അത്ര വേഗം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തടിതപ്പി. അമ്മയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോ വലിയൊരു ആശ്വാസത്തോടെ ഒന്ന് ദീർഘശ്വാസം നിശ്വസിച്ചു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയിൽ നിന്ന് മനസ്സിലായതും മുറ്റം ലക്ഷ്യമാക്കി ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. എന്നാ തല കുനിച്ച് നാണത്തോടെ പൂമുഖവാതിക്ക് കടന്നതും ശ്രീയേട്ടന്റെ നഗ്നമായ മാറിൽ ഇടിച്ചുകൊണ്ട് ഒന്ന് വീഴാനായതും ഒരുമിച്ചായിരുന്നു. തറയിലേക്ക് വീഴാൻ തുടങ്ങിയവളെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ ചേർത്ത് നിർത്തി. ശ്രീയേട്ടൻ കുളിക്കുവാനായി മുണ്ടുമാത്രടുത്ത് വന്നിരിക്കുകയാണ്. പെണ്ണിന്റെ ഉടലിലെ തൂവലിനൊന്ന് തീ പിടിച്ചു. എന്താടി പെണ്ണെ നീ ഇങ്ങനെ ചെന്നൈ എക്സ്പ്രസ് പോലെ കുതിച്ചോടുന്നത്?
എന്റെ നെഞ്ചില് വലിയ കല്ലെന്തോ വന്നിടിച്ച പോലെയുണ്ട്. ശ്രീയേട്ടൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. മറുപടി പറയാതെ വിറച്ചു നിൽക്കുന്നവളെ കണ്ട് ചിരി തോന്നി അവൻ തന്റെ കൈകളെ അവളിൽ നിന്നും അടർത്തി മാറ്റി. ഒന്നും മിണ്ടാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ ഡി പെണ്ണെ എന്നൊരു വിളി കേട്ട് തിരിഞ്ഞു നോക്കാതെ നടത്തം നിർത്തി. നാളെ കാലത്തെ ഇങ്ങ് പോര്, കോളേജിലോട്ടും എൻ്റെ ഒപ്പം പോവാം, ശ്രീയേട്ടൻ പറഞ്ഞു. കേട്ടപ്പോ മനസ്സ് നിറഞ്ഞു. ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് ഞാൻ വീണ്ടും നടന്നു. രാത്രി ഭക്ഷണശേഷം അമ്മയെ കട്ടിലേക്ക് കിടത്തി ഉറക്കിയ ശേഷം ശ്രീരാഗ് തന്റെ മുറിയിലേക്ക് വന്നു. ഇന്ന് നല്ല ക്ഷീണമുണ്ട്. കൂട്ടുവായിട്ടുകൊണ്ട് കട്ടിലേക്ക് വീണപ്പോ ടേബിളിന്മേൽ കിടന്ന മൊബൈല് ശബ്ദിച്ചിരുന്നു. എഴുന്നേറ്റിരുന്ന് എടുത്തു നോക്കിയപ്പോ അറിയാത്ത നമ്പറായിരുന്നു. ഹലോ. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. ഹായ് സാർ. മറുവശത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം. സാറെന്ന് അഭിസംബോധന ചെയ്തപ്പോൾ തന്നെ കോളേജിലേതോ പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. ആരാ, മനസ്സിലായില്ല? ശ്രീരാഗ് സാറല്ലേ? സാറിന് എന്നെ അറിയില്ല, പക്ഷെ സാറിനെ എനിക്കറിയാം. എങ്ങനെ? നെറ്റി ചുളിച്ചു. ഇന്ന് കണ്ടു. നിസ്സാരഭാവത്തിൽ മറുപടി കേട്ടു. പേരെന്താണ്? എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വിളിച്ചതാണോ? ഗൗരവഭാവത്തിൽ ചോദിച്ചു. ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ തന്നെ വിളിച്ചേ. സാറിന്റെ കൂടെ ഇന്ന് കണ്ട ആ പെണ്ണില്ലേ ഗീതു, ആ കുട്ടി സാറിന്റെ ഗേൾഫ്രണ്ട് ആണോ? ചോദ്യം കേട്ടെന്ന് നെറ്റി ചുളിച്ചു. ലൂസ് ടോക്കിന് എനിക്ക് നേരെയില്ല. പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ വെച്ചിട്ട് പോണം, ദേഷ്യത്തോടെ പറഞ്ഞു. സാറിനെ മൊത്തമായിട്ടൊന്ന് പഠിച്ചെടുക്കുന്ന കാര്യത്തില് ഡൗട്ടായിരുന്നു ഞാൻ ചോദിച്ചത്. ആരെന്നറിയാതെ ആ പെൺകുട്ടിയുടെ മറുപടി കേട്ട് താല്പര്യമില്ലാതെ കോള് കട്ട് ചെയ്തു. നോൺസെൻസ്. ചുണ്ടുകൾ മന്ത്രിച്ചു. ഫോൺ കട്ടിലേക്കിട്ട് വീണ്ടും മലർന്നു കിടന്നു. കണ്ണടച്ചപ്പോ പിന്നെയും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കാതുകളിൽ മുഴങ്ങി. അലസതയോടെ ഫോൺ എടുത്ത് നോക്കിയപ്പോ വീണ്ടും അതേ നമ്പറിൽ നിന്ന് തന്നെയാണ് കോളെന്ന് കണ്ടു. ആദ്യം ദേഷ്യം കൊണ്ട് മുഖമാകെ വലിഞ്ഞു മുറുകി. കണ്ണുകൾ ഒന്ന് കുറുകി. എടി പെണ്ണെ, എന്താ നിന്റെ പ്രശ്നം? എന്താ നിനക്ക് വേണ്ടത്? ദേഷ്യത്തോടെ കോൾ എടുത്തുകൊണ്ട് ചോദിച്ചു. ഹാ, ദേഷ്യപ്പെടാതെ സാറേ. പരിചയപ്പെടാൻ വരുന്ന സ്റ്റുഡന്റിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? മന്ദഹസിച്ചുകൊണ്ടുള്ള മറുപടി കേട്ട് ദേഷ്യം ഇരട്ടിച്ചിരുന്നു. പരിചയപ്പെടാനാണെങ്കിൽ നാളെ കോളേജ് വന്നിട്ട് നേരിട്ട്, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. വെച്ച ശേഷമാണ് പേര് ചോദിക്കാനുള്ള കാര്യം വിട്ടുപോയത്. അല്ലെങ്കിലും അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? വീണ്ടും കട്ടിലേക്ക് വീണുകൊണ്ട് അന്നത്തെ രാത്രി സുസുഖമായി മയങ്ങി. കാലത്ത് സാധാരണ അമ്മയാണ് എഴുന്നേൽപ്പിക്കാറ്. ഇന്ന് അമ്മയ്ക്ക് പകരം മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് എഴുന്നേറ്റത്. അടഞ്ഞ കണ്ണുകളാലെ ഫോൺ തപ്പിയെടുത്ത് ആരാന്ന് പോലും നോക്കാതെ ചെവിയിൽ വെച്ചു. ഹലോ, അലസതയോട് ചോദിച്ചു. ഗുഡ് മോർണിംഗ് സാർ. ശബ്ദം കേട്ടപ്പോൾ ഇന്നലെ വിളിച്ച അതേ പെണ്ണാണെന്ന് മനസ്സിലായി. ഒന്നുകൂടി ഉറപ്പ് വരുത്താനായി ആ നമ്പർ അത് തന്നെയല്ലെന്ന് നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം ചെവിയിലേക്ക് തിരിച്ചു വെച്ചു. തനിക്ക് എന്താ വേണ്ടത്? താല്പര്യമില്ലായ്മയും ഉറക്കച്ചടവോടുകൂടി ചോദിച്ചു. ഷെടാ, ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാൻ വിളിച്ചപ്പോ ഇത്ര കാലിയോ? പറഞ്ഞുകൊണ്ടിരിക്കെ ഇടയ്ക്കിടെയുള്ള ചിരി കേട്ടു. ചില്ലിപ്പൊടുന്ന പോലെ ചിരി. അത് കേൾക്കുമ്പോഴാ ഉള്ളിലേക്ക് ദേഷ്യം ഇരച്ചു കയറുകയായിരുന്നു. സാറിന് കോളേജിൽ വരുന്നില്ലേ? പിന്നെ വരാതെ. വന്നിട്ട് ഞാൻ തന്നെ ശരിയാക്കി തരാം, തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോ സാറേ. സാറേ എന്നെ കണ്ടിട്ടില്ലല്ലോ. പിന്നെയും കേട്ടു പരിഹാസം പോലൊരു ചിരി. ചില്ലുപൊടുന്ന പോലൊരെണ്ണം. അതൊക്കെ ഞാൻ കോളേജിലെത്തിയിട്ട് കാണിച്ചു തരാടി. ഊവ്, ഇപ്പൊ കാണിച്ചു തരൂ. കാണിച്ചു തരാൻ പോയിട്ട് സാറിനെ ഒന്ന് കാണാൻ പോലും പറ്റില്ല. വീണ്ടും അപ്പുറത്തു നിന്നും ചില്ല് പൊട്ടി. നീ എന്റെ സ്റ്റുഡന്റ് അല്ലേ, അപ്പൊ പിന്നെ നിന്നെ കണ്ടെത്തുന്നൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ഇത്തിരി അഹങ്കാരത്തോടെ പറഞ്ഞിട്ടും മറുവശത്ത് നിന്നവൾ വീണ്ടും ഉറക്കെ ചിരിച്ചു. എങ്ങനെ?
സാറിന് എന്റെ പേരറിയോ? പോട്ടെ, എന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. ശരിയാണ്, അവളുടെ പേരറിയില്ല, മുഖവും. തന്റെ പേരെന്താ? ഒടുക്കം വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി മടിച്ചുകൊണ്ട് ചോദിച്ചു പോയി. ഇപ്പോഴേ പേരൊക്കെ പറഞ്ഞ അതിലൊരു ത്രില്ലില്ല. എന്നാലേ മോളിനി ഇങ്ങോട്ട് വിളിക്കുകയേ വേണ്ട, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എങ്കിലും ആളാരാണെന്നറിയാൻ മനസ്സിലൊരാഗ്രഹമുണ്ട്, ചെറിയൊരു കൗതുകം. ശ്രീകുട്ടാ, നീ പതിവില്ലാണ്ടേ കാലത്ത് എണീറ്റ് എന്താലോചിച്ചോണ്ട് നിൽക്കുവാ? ഫോണും കട്ടിലേക്കിട്ട് മേൽപോട്ട് നോക്കി ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാ അമ്മ വീൽ ചെയർ ഉരുട്ടി അകത്തേക്ക് വന്നത്. ഒന്നുമില്ല എൻ്റെ കുട്ടിയെ, സ്നേഹത്തോട് ചെന്ന് കവിളിത്തട്ടി. എന്താടാ, ഇന്നലെ കെട്ടിക്കഴിഞ്ഞതും നീ നന്നാവാൻ തീരുമാനിച്ചോ? അമ്മ ചോദിച്ചപ്പോ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നുപോയി. കെട്ടോ? ആരുടെ കെട്ട്? പിന്നെയാണ് ഗീതുവിനെ കൂട്ടിപ്പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ അമ്മയുടെ കാലിൽ വീണെന്ന് ഓർമ്മ വന്നത്. ഞാൻ വേഗം പോയി ഫ്രഷ് ആവട്ടെ, നിങ്ങളുടെ മരുമോൾ വരാനുള്ള സമയമായി. അതും പറഞ്ഞുകൊണ്ട് തോർത്തെടുക്കാൻ മുറ്റത്തേക്ക് നടന്നു. അമ്മ പിന്നാലെ വരുന്നുണ്ട്. ഇതൊരു സ്ഥിരം പരിപാടി ആകണ്ട, അമ്മയൊന്ന് ഊറി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ഒന്ന് ചിരിച്ചു കൊടുത്തു. അവളെന്തായാലും ഇവിടെ അടുത്തല്ലേ, അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു പോക്കും വരവും ഇനി എൻ്റെ ഒപ്പം ആവാന്ന്. അപ്പ രണ്ടാളും ചേർന്നുള്ള ഒത്തുകളിയല്ലേ? അമ്മ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോ ഞെട്ടിക്കൊണ്ട് അല്ലെന്ന് തലയാട്ടി. നന്ദിനിക്കുട്ടിയെ ഓവറാക്കി ചളവാക്കല്ലേ. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടത്തിൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.